ഹലോ, ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു സ്നാക്കാണ്. ഇത് നമ്മൾ കുട്ടികൾക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ ഒരു സ്നാക്കാണ് കേട്ടോ. ഇതിൽ ഞാൻ അധികം സ്പൈസി ആയിട്ടല്ല ഇത് തയ്യാറാക്കുന്നത്. നിങ്ങൾക്കിത് സ്പൈസി വേർഷനിലും തയ്യാറാക്കാം. എങ്ങനെയായാലും ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് വീഡിയോ കാണാം. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 4 മുട്ടയും 5 ബ്രെഡിൻ്റെ പീസസുമാണ് വേണ്ടത്. ഇനി നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മുറിച്ചിട്ട് കൊടുക്കാം. 5 പീസസ് ബ്രെഡ് മുറിച്ചിട്ട് കൊടുത്തതിന് ശേഷം 4 മുട്ട കൂടി ഇതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് 5 മുട്ടയും ഞാൻ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലവണ്ണം അടിച്ചെടുത്ത് കൊണ്ടുവരണം. അപ്പോൾ ഇതാ ഞാനിതവിടെ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ബാറ്റർ കുറച്ച് തിക്കായി പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങളെ ബാറ്റർ ഇത്ര തിക്നെസ് ഇല്ലെങ്കിൽ ഈ ഒരു പാൽ ഒഴിക്കേണ്ട കാര്യമില്ല. ഇതൊന്നും കൂടി നമുക്ക് അടിച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ഇതാ പാൽ ഒഴിച്ചപ്പോൾ ഇതാ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ലൂസിലാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. അപ്പം ഞാനൊരു പാന് ചൂടാക്കാൻ വച്ചിരുന്നു. ഈ പാനിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതായത് പാനിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ബാറ്ററിൻ്റെ പകുതി മാത്രം ഒഴിച്ചാൽ മതി, കംപ്ലീറ്റ് ഒഴിച്ചു കൊടുക്കണ്ട. പാനിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. പാനിൻ്റെ എല്ലാ ഭാഗത്തും ബാറ്റർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് വെരി ലോ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കണം. അതിൻ്റെ മേൽഭാഗം ഡ്രൈ ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി 2 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടെ 2 മിനിറ്റ് ആയിട്ടുണ്ട്. 2 മിനിറ്റിന് ശേഷം ഞാൻ ഇത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ നമ്മുടെ മേൽഭാഗം ഒന്ന് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്തത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മേലിലേക്ക് കുറച്ച് മൊസറല്ല ചീസ് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ അടുത്ത് മൊസറല്ല ചീസ് ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഇത് ഇട്ടാൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. ഇനി ഇതിലേക്ക് കാബേജ്, ക്യാരറ്റ്, ക്യാപ്സിക്കം, സവാള, തക്കാളി, കുറച്ച് മല്ലിയില കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. അതിനൊന്നും പ്രത്യേകിച്ച് അളവൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേക അളവ് പറയാത്തത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും എടുത്തതിന് ശേഷം അത് ഇതിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. നമ്മളിവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ സാധാരണ ഇങ്ങനെയുള്ള വല്ല പോളകൾ ഉണ്ടാക്കുന്നേരം നമ്മൾ കുറേ മസാലപ്പൊടികൾ യൂസ് ചെയ്തിട്ടും വെളുത്തുള്ളി, ഇഞ്ചി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇട്ടിട്ടും ഇതൊക്കെ വഴറ്റിയെടുത്തിട്ടൊക്കെ കുറേ സമയം കളയാറുണ്ട്. ഈ ഒരു ഐറ്റത്തിന് അതൊന്നുമില്ല. ഇത് നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ പച്ചക്കറീൻ്റെ ആ പച്ച ടേസ്റ്റൊക്കെ മാറിയിട്ടുണ്ടാവും. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പം ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന എല്ലാ പച്ചക്കറികളും ഇതിൻ്റെ മേലെ ഓരോന്നോരോന്നായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഷവർമയുടെയും പിസ്സയുടെയും ഒരു മിക്സ് എന്ന് വേണമെങ്കിൽ പറയുക ഈ ഒരു ഐറ്റത്തിന്. പിസ്സ ഷവർമ എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പേരിട്ട് വിളിക്കാം. അപ്പോൾ എല്ലാ സാധനങ്ങളും ഞാൻ ഇതിൻ്റെ മേലെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിയില നിങ്ങൾ ഇട്ട് കൊടുക്കണം കേട്ടോ, അതൊരു സ്പെഷ്യൽ ഫ്ലേവർ തരും അതിന്. അപ്പോൾ ഇതിപ്പോൾ എല്ലാം ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അവസാനമായിട്ട് ഇതിൻ്റെ മേലെ കുറച്ച് ചിക്കൻ ഫ്രൈ കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തത്. നിങ്ങൾക്ക് ഏത് മസാല ഇട്ടിട്ട് നിങ്ങളതായ രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഇതുകൂടി കംപ്ലീറ്റ് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. ഞാൻ ബ്രസ്റ്റ് പീസസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾ ചിക്കൻ്റെ പീസസ് വളരെ ചെറുതായി പൊരിച്ചതിന് ശേഷം ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ മേലെ നമ്മളെ ബാക്കി ബാറ്റർ കൂടി കംപ്ലീറ്റ് ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ ഫില്ലിങ്സ് ഫുള്ള് കവറാകുന്ന രീതിയിൽ ബാറ്റർ ഒഴിച്ചു കൊടുക്കണം. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 12 മിനിറ്റ് വെരി ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. 12 മിനിറ്റിന് ശേഷം ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതാ 12 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. ഇതിപ്പോൾ ഇവിടെ കറക്റ്റ് വെന്തിട്ടുണ്ട്. പക്ഷേ നല്ലോണം പൊങ്ങി കിട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ കുറച്ച് മേലെയുള്ള ഭാഗങ്ങൾ മാത്രം ഡ്രൈ ആയിട്ടില്ല. അത് ഡ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് പാനിൽ നിന്ന് ജസ്റ്റ് ഒന്ന് വെടിപ്പിച്ചെടുത്തതിന് ശേഷം ഒരു പ്ലേറ്റ് വെച്ച് കവർ ചെയ്ത് ഇതൊന്ന് ഫ്ലിപ്പ് ചെയ്തിടാം. അപ്പോൾ ഇതാ ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ആ ഒരു പാനിൽ തന്നെ നമുക്കിതിൻ്റെ മേൽഭാഗം ഒന്ന് ഇട്ട് കൊടുക്കാം. പക്ഷേ തീ ഓഫ് ചെയ്തിരിക്കണം. തീ ഓഫ് ചെയ്ത് ഈ പാനിൻ്റെ ചൂട് തന്നെ അതൊരു 5 മിനിറ്റ് വെച്ചാൽ മതി. ഇപ്പോൾ ഇതിവിടെ 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ മേൽഭാഗവും ഫുള്ള് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇത് ബട്ടറിൻ്റെ ആ ഒരു ഷൈനിങ് ആണ് കേട്ടോ കാണുന്നത് ക്യാമറയിൽ. അപ്പോൾ ഇത് ഫുള്ള് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തെടുക്കാം. അപ്പം ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. എല്ലാവരും ഇത് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. കുട്ടികൾക്കെല്ലാം ഇത് വളരെ ഇഷ്ടമാവും. പിന്നെ ഇത് സ്പൈസി ആയിട്ട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പച്ചക്കറി ആഡ് ചെയ്യുന്ന സമയത്ത് ചില്ലി ഫ്ലേക്സും പെപ്പർ പൗഡറും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.